ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ആവിയിലച്ച തലക്കറി വെറും 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ആദ്യം സവാള ഒരു 4 ഉള്ളി മതിയാവും. ഇനി നമുക്ക് വേണ്ടത് തക്കാളി, അതും ഒരു 4 എണ്ണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കൊടംപുളി. നമുക്ക് പിന്നെ ഇനി ആവശ്യമുള്ളത് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. എന്നിട്ട് നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്കിതെല്ലാം ഇടേണ്ടി വരും. ആദ്യം നമുക്ക് പാൻ എടുത്ത് വെക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാമാലെണ്ണ, വെളിച്ചെണ്ണ വീത്തണയാണ് നല്ലത്. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക്, നമ്മുടെ സ്വാഭാവികമായി ഇടുന്ന കടുകിടാം. ഇട്ട് കഴിഞ്ഞ് അത് പൊട്ടുന്ന നേരം നമ്മൾ ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടി ഇടുക. സൂക്ഷിച്ചിടണം, എണ്ണ തെറിക്കും. പച്ചമുളകും കൂടെ ഇടണം. എന്നിട്ട് ഉള്ളി ഇടണം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി ഇട്ട് കുറച്ച് വശക്കി എടുക്കണം കേട്ടോ. ഒരു മിനിറ്റ് വശക്കി വെച്ച് ഇച്ചിരി ബ്രൗൺ 1 മിനിറ്റ് മതിയാവും. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന അരിഞ്ഞ ആ 4 തക്കാളി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ തക്കാളി നമുക്കിത്തിരി കുറച്ച് വശക്കി ഒരു മിനിറ്റോളം വെച്ചിരിക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഒരു ഫ്ലെയിമൊക്കെ നമ്മുടെ ഇതിൽ വെച്ചിട്ട് നമ്മളതിങ്ങനെ ഒരു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി, പിന്നെ രണ്ടാമത് മഞ്ഞപ്പൊടി 1 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ മുളക് പൊടി 2 സ്പൂൺ, നിങ്ങളെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കുവാൻ ആകുന്നതാണ്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് നമ്മുടെ കൊടംപുളി ഇട്ട് കൊടുക്കുന്നത് പിച്ചിട്ട് കൊടുക്കുക. എന്ന് നമുക്ക് കുറച്ച് വശക്കി ആ ഒരു ചോപ്പൊക്കെ പോകാൻ വേണ്ടി കുറച്ച് വശക്കണം. എന്ന് നമ്മളൊരു 2-3 മിനിറ്റ്, 1 മിനിറ്റ് 2 മിനിറ്റ് വശക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വെട്ടി വെച്ചിരിക്കുന്ന തല ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 4 തലയാണ്. 4 തല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഉള്ളിയും ആ അരപ്പെല്ലാം കൂടി നമ്മൾ ആ ഒരു മീനിൻ്റെ തലയുടെ പുറത്ത് മീൻ അവിക്കെന്ന് വേണ്ട കേട്ടോ, പച്ച തല ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇച്ചിരി വെള്ളം, ഒരു പാകത്തിന് ഇച്ചിരി വെള്ളം. എന്നിട്ട് എന്നിട്ട് നമ്മുടെ ഫ്ലെയിം കുറച്ച് വെക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് രണ്ടാമത് മരിച്ചിനി എടുക്കാൻ പോവാം. ആദ്യം തന്നെ നമ്മൾ മരിച്ചിനി ഇങ്ങനെ വെട്ടിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തുന്നതാണ്. ഇനി നമുക്ക് അതിനെ വെട്ടി നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുക, നമ്മളിങ്ങനെ ഇളക്കി നമ്മൾ കൊടുക്കുക. ഇളക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിൽ കഴുകണം. 2-3 വെള്ളത്തിൽ കഴുകണം. നമ്മൾ 2-3 വെള്ളത്തിലാണ് കഴുകിയിരിക്കുന്നത്. എന്ന് നമ്മളൊരു പാത്രത്തിലായിട്ട് വെച്ച്, എന്നിട്ട് നമ്മളുടെ ഗ്യാസൊക്കെ കത്തിച്ച് നമ്മളത് അവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മുടെ തലക്കറി തുറക്കുക.
തുറന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ചാറൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മണ്ടയിൽ കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കുക. തലയിലൂടെ മണ്ടയിലേക്ക് നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ വെച്ച് കുറച്ച് നമുക്ക് ഇങ്ങനെ ഇളക്കുക അടിയിൽ ചെറുതായിട്ട്. എന്നിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് കുറവാന്ന് തോന്നി അതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക. എന്നാൽ ആ സമയം കൊണ്ട് നമ്മൾ മരിച്ചിന് സൈഡിലായിട്ടില്ല. പിന്നെ നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇടപ്പോൾ ഒരു നല്ലൊരു മണം കിട്ടും, നല്ല ടേസ്റ്റും കുറച്ച് കൂടുന്നതാണ്. കരിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് ആ ചാറൊക്കെ നമ്മൾ ജസ്റ്റ് തലയിലൊക്കെ ഒന്ന് പറ്റി ആക്കി ഇത് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. എന്നിട്ട് മുളക് പൊടിയോ എരിയോ എന്തെങ്കിലും കുറവ് തോന്നിയാൽ അത് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ മരിച്ചിന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് തല ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആ ചാറൊക്കെ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടി. നമ്മുടെ തല മറച്ച് ഒന്നിടുക. അങ്ങനെ മറച്ചൊക്കെ ഇട്ട് നമ്മുടെ ഒരു ടേസ്റ്റ് കിട്ടും. മറിച്ച് രണ്ട് സൈഡും വേണ്ടി നമ്മൾ അതേ കണക്ക് പോയിട്ട് നമ്മൾ അടച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക. അപ്പം എന്താ നിങ്ങൾക്കറിയാം ആവി നന്നായി വരുന്നുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കും. കാണാൻ പറ്റുന്നതാണ് നല്ല ആവി വരുന്നുണ്ട്. നമ്മളിങ്ങനെ തുറന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് നല്ല ആവിയും വന്ന് ആ ഒരു ഇപ്പം തന്നെ നമുക്ക് കഴിക്കാനൊരു ഫീല് തോന്നും. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഷാപ്പിലൊക്കെ വെക്കുന്നൊരു കറിയാണ്. നമ്മൾ ആ മരിച്ചിനെ ഒന്നൊരു കിണ്ണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് ഇത്തിരി ഒരു വാഴയിലും വെച്ച് ആ ഒരു മീൻ തല ഇച്ചിരി ചാറും എല്ലാം കൂട്ടി നമ്മുടെ ആ മരിച്ചിനിലേക്ക് വയ്ക്കുന്നുണ്ട്. ആ ഒരു മരിച്ചിനിയുടെ ഇത് നിങ്ങൾക്ക് കാണാം. ആ തലയുടെ ആ ഒരു കളറും ആ ഒരിതും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ നേരെ മേശയുടെ പുറത്തോണ്ട് വെച്ച് എന്നിട്ട് നമ്മൾ ഒരു മരിച്ചിരി എടുത്തപ്പോൾ ഭയങ്കര ചൂട്. അങ്ങനെ ഞാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എടുത്തപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നതാണ്. അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.